ഒരുപാട് പേര് ഇപ്പോൾ ഇഗ്നിസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കസ്റ്റമർ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഏറ്റവും ബേസിക് ഓഫർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഓഫർ, എല്ലാവർക്കും കിട്ടുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 30,000 രൂപ കോമൺ ആയിട്ട് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഉള്ളവർക്ക് എക്സ്ചേഞ്ച് ബോണസായിട്ട് 15,000 രൂപ. ഇന്ന് വന്നിരിക്കുന്നത് മാരുതിയുടെ ഇഗ്നിസുമായിട്ടാണ്. ഇഗ്നിസ് യഥാർത്ഥത്തിൽ വന്നത് 2016 ഇടയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് 2000 വന്നതെന്ന് ഉപരി വലിയൊരു ചേഞ്ചും കാര്യങ്ങളൊന്നും ആരും വന്നിട്ട് ഇപ്പം നമ്മൾ ഇഗ്നിസായിട്ട് വരാനുള്ളൊരു റീസൺ എന്താണെന്ന് പലർക്കും തോന്നും. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് തന്നെയാണ് ഇഗ്നിസ് എന്ന് പറഞ്ഞൊരു വാഹനം. കാരണം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനം, അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളൊരു വാഹനം, അത്യാവശ്യം ലുക്ക് വൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വാഹനം. ഇറങ്ങിയ സമയത്ത് ഈ ഒരു ലുക്ക് കണ്ടിട്ട് പലരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇത് ആവശ്യമുണ്ടോ, ഇതിൻ്റെ ലുക്ക് നല്ലതാണോ എന്നൊക്കെ പലരും ചിന്തിച്ചു. അതായത് ഒരു 1-2 വർഷം കാര്യമായ ഒരു സെയിൽ ഫിഗർ ഒന്നും ഇഗ്നിസിൻ്റെ കാര്യത്തിൽ മാരുതി കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ തുടർന്ന് അങ്ങോട്ട് നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് മാരുതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു സെയിൽ ഫിഗർ ഇന്ന് നെക്സ സെഗ്മെൻറ്റിൽ മാരുതിക്ക് കൊടുക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇഗ്നിസ് എന്ന് പറയുന്നത്. ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു ബലേനയുടെയൊക്കെ ഒരു ഭയങ്കര ട്രെൻഡ് നിന്ന സമയം ഉണ്ടാവാം മേ ബി ആ ഇഗ്നിസിന് ആ ഒരു സമയത്ത് അത്രത്തോളം ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഹെവി ചേഞ്ച് വന്നിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇഗ്നിസുമായിട്ട് വരാനുള്ളൊരു മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ മാരുതിയിൽ എല്ലാ വാഹനങ്ങളിലും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇഗ്നിസ്. ഈ അപ്ഡേഷൻ വന്നപ്പോൾ ഉള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈസിനകത്ത് കാര്യമായ ചേഞ്ച് വന്നു. ഇപ്പോൾ നമ്മുടെ ആൾട്ടോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസ് ചേഞ്ച് ഓൾട്ടോയ്ക്ക് നമുക്ക് ഇപ്പോൾ വന്നത്. നമുക്ക് ഇഗ്നിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വലിയൊരു ചേഞ്ച് ഒന്നും ഓൾട്ടോയ്ക്ക് പറയാനില്ല. അപ്പോൾ ഇഗ്നിസിൻ്റെ അടുത്തൊരു ചേഞ്ച് വരുമ്പോൾ എന്തായാലും നല്ലൊരു പ്രൈസ് ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു എഞ്ചിൻ വരും. ഇപ്പോൾ എല്ലാ വാഹനത്തിലും ഡ്യുവൽ VVT എഞ്ചിനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ ഉറപ്പായിട്ട് നമുക്ക് ഇഗ്നിസിലും പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിലവിലത്തെ ഒരു കണ്ടീഷൻ പോലും നമുക്ക് ഇഗ്നിസിൻ്റെ എഞ്ചിൻ വളരെ റിലയബിളാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ, ഈ സെഗ്മെൻറ്റിലെ മറ്റ് ബ്രാൻഡുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 4 സിലിണ്ടർ വരുന്ന ഒരു എഞ്ചിൻ നമുക്ക് ഇഗ്നിസിന് അവൈലബിളാണ്. എഞ്ചിൻ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇഗ്നിസിൻ്റെ എല്ലാ വേരിയൻറ്റിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓൺ റോഡ് പ്രൈസ് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടുന്ന ഒരു ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ബേസിക്കായിട്ട് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 1.2 ലിറ്റർ വരുന്ന 4 സിലിണ്ടറുള്ള പെട്രോൾ എഞ്ചിനാണ്. ഇത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. നമുക്കൊരു ഓട്ടോമാറ്റിക്കലായാൽ പോലും ഒരു 17 ആവറേജ് ഫ്യൂൽ എക്കോണമി ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് 20.86 20.86 ആണ്. പക്ഷേ ഒരു ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് 22 മാർക്കറ്റ് ഫീഡ്ബാക്ക് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. അതുപോലെ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു സർവീസ് കോസ്റ്റിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വാഹനം. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് മാനുവലിലും ഓട്ടോമാറ്റിക്കലും നമുക്ക് കിട്ടുന്നത്. അതാണ് എഞ്ചിൻ്റെ ഒരു ബേസിക് കാര്യം പറയുമ്പോൾ. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം വാഹനത്തിൻ്റെ വേരിയൻറ്റ് ഏതൊക്കെയാണെന്ന് പറയാം. നമുക്ക് സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ ഇങ്ങനെ 4 വേരിയൻ്റാണ് വരുന്നത്. 4 വേരിയൻറ്റ് മാനുവലും ഡെൽറ്റ, സീറ്റ, ആൽഫ 3 വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ വരുന്ന ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പം ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ആൽഫയിൽ മാത്രമായിരിക്കും നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള പ്രൊജക്റ്റഡ് LED ഹെഡ്ലാമ്പും അതുപോലെ ഈ ഒരു DRലും വരുന്നത്. നമുക്ക് ബാക്കി 3 വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹാലജൻ ഹെഡ്ലാമ്പ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഈ കാണുന്ന ക്രോം ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഗ്രിഡിൽ ഭാഗത്തും അതുപോലെ ഈ ഒരു ഹെഡ്ലാമ്പ് സൈഡിൽ കാണുന്ന ക്രോം ട്രീറ്റ്മെൻറ്റ് നമുക്ക് വരുന്നത് ടോപ്പ് 2 വേരിയൻറ്റ് സീറ്റയിലും ആൽഫയിലും മാത്രമേ വരുള്ളൂ. ബാക്കി 2 വേരിയൻറ്റിൽ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് യൂണിറ്റും നമുക്ക് വരുന്നത് ടോപ്പ് 2 വേരിയൻറ്റിലായിരിക്കും. അത് പക്ഷേ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ വേരിയൻറ്റിലും കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഇത്രയാണ് ഫ്രണ്ടിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വാഹനത്തിന് എല്ലാ വേരിയൻറ്റും നോക്കുകയാണെങ്കിലും 15 ഇഞ്ച് വരുന്ന വീൽസ് തന്നെയാണ്. ഏറ്റവും 2 ബേസ് വേരിയൻറ്റിൽ നമുക്ക് സ്റ്റീൽ വീൽസുകളും മേളോട്ട് വരുന്ന വേരിയൻറ്റുകൾ നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള അലോയ് വീലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് മാക്ഫേഷൻ സ്റ്റട്ടാണ് സസ്പെൻഷൻ വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേരിയൻറ്റ് വൈസ് വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫെൻഡർ ക്ലാഡിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സിൽക്ക് ക്ലാഡിങ്ങും ബേസ് വേരിയൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. മിറർ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള ബോഡി കളർ തന്നെയായിരിക്കും മിറർ വരുന്നത്. അതുപോലെ ഡോർ ഹാൻഡിലും ബോഡി കളർ തന്നെയായിരിക്കും. മിറർ നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടാണ്. അതുപോലെ മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് 2 വേരിയൻറ്റിൽ സീറ്റയിലും ആൽഫയിലും മാത്രമേ നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇലക്ട്രോണിക് ഫോൾഡിങ്ങോ വെച്ചാൽ ഓട്ടോ ഫോൾഡിങ്ങോ ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും നമുക്ക് മിറർ സൈഡിൽ അവൈലബിൾ ആയിട്ട് വരുന്നില്ല. ഇത്രയാണ് മിറർ സൈഡിൽ വരുന്ന കാര്യം. അതുപോലെ നമുക്കൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ നമുക്ക് സെക്കൻഡ് വേരിയൻ്റായ ഡെൽറ്റ തൊട്ട് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് സൈഡിൽ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ. അതുപോലെ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ബാക്കിൽ സസ്പെൻഷൻ വരുന്നത്. അതുപോലെ ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ സൈഡ് ലുക്കിൽ പറയാനുള്ള മെയിൻ കാര്യങ്ങൾ. അതുപോലെ ഫ്യൂൽ ടാങ്ക് കാണാം. 32 ലിറ്ററാണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ നമുക്ക് ഡെൽറ്റ തൊട്ടാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഹൈ മൗണ്ട് സ്റ്റോക്ക് ലാമ്പ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട്. ഡിഫോഗർ, വൈപ്പർ, വാഷർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പ് 2 വരുന്നത് സീറ്റയിലും ആൽഫയിലും മാത്രമേ വരത്തുള്ളൂ. അതുപോലെ ഇഗ്നിസ് ബാഡ്ജിങ് കാണാം.
നമ്മുടെ ടെയിൽ ലാമ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്ക് അതുപോലെ ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്. ക്യാമറ യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. ക്യാമറ യൂണിറ്റ് ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ആൽഫയിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നത്. സ്കിഡ് പ്ലേറ്റ് എലമെൻ്റൊക്കെ നമുക്ക് എല്ലാ വേരിയൻറ്റിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു റിഫ്ലക്ടർ പോർഷൻ കോമൺ ആണ്. അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നമുക്ക് ഇപ്പോൾ എല്ലാ വേരിയൻറ്റിലും കോമൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് 260 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ സ്പെയർ വീല് ഒന്ന് കാണിച്ചു. സ്പെയർ വീലൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. സ്പെയർ വീല് നമുക്ക് വരുന്നത് 15 ഇഞ്ച് തന്നെയാണ്. 175, 15 ഇഞ്ച് തന്നെയാണ് സ്പെയർ വീലും കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ബൂട്ടിലെ കാര്യം. അതുപോലെ പാഴ്സൽ ട്രേ നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടാണ് പാഴ്സൽ ട്രേ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലഗേജ് സ്പേസ് എക്സ്ട്രാ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ പറയുന്ന കൂട്ട് 60-40 വരുന്ന സീറ്റ് ഫോൾഡിങ് അവൈലബിൾ ആയിരിക്കില്ല. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ബെഞ്ച് ഫോൾഡിംഗ് ആയിരിക്കും സീറ്റ് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ടെക്സ്റ്റ് വരുന്നത്. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് വരുന്നുണ്ട്. നമ്മുടെ കാണുമ്പോൾ ഒരു വൈറ്റ് കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്ത് ഈ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലേക്ക് വാഹനം വരുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റാണ്. ഫസ്റ്റ് വേരിയൻ്റായ സിഗ്മയിൽ നമുക്ക് ത്രൂ ഔട്ട് ബ്ലാക്ക് കളർ മാത്രമായിരിക്കും വരുന്നത്. അതുപോലെ ഡോർ പാഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഫിനിഷും കാര്യം മാരുതിയിൽ മിക്കവാറും എല്ലാ വാഹനത്തിലും കാണുന്ന പോലെ തന്നെയുള്ള പ്ലാസ്റ്റിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നെക്സയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുക്കാറുണ്ട്. ആ ഒരു ഫിനിഷും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഒരു ചെറിയൊരു ബോട്ടിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ കാണാം. സ്പീക്കർ നമുക്ക് വരുന്നത് സെക്കൻഡ് വേരിയൻറ്റാണ്. സെക്കൻഡ് വേരിയൻറ്റിൽ 2 സ്പീക്കറും അതുകൊണ്ട് മേലോട്ടുള്ള 2 വേരിയൻറ്റിൽ 4+2 4 സ്പീക്കറും 2 ട്യൂട്ടേഴ്സുമാണ് വരുന്നത്. ഡോർ ഹാൻഡിലൊക്കെ നമുക്കൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ നമുക്ക് ബേസ് വേരിയൻറ്റിൽ ബാക്കിൽ അവൈലബിൾ അല്ല. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കോമൺ ആയിട്ട് പവർ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞു അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വാഹനത്തിനുണ്ട്. പക്ഷേ തൈ സപ്പോർട്ട് കുറച്ച് കുറവുണ്ട്. അതുപോലെ ഒരു 3 പേർക്ക് ഇരിക്കാം. 3 പേർക്ക് യാതൊരു പ്രശ്നമില്ലാതിരിക്കാം. സെൻട്രൽ ടണലിന് വലിയ പൊക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ സീറ്റ് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. ബാക്കിയുള്ള 3 വേരിയൻറ്റിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ബാക്ക് റോയിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. ഗ്രാം ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം ബാക്ക് റോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് കീലെസ് എൻട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിക്കർഡ് സെൻസറും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആൽഫയിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡോർ പാഡ് വരുന്നത്. വാഹനത്തിന് ഒരു 37,000 കിലോമീറ്ററോളം വാഹനം ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പഴക്കവും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 കളറാണ് നമ്മൾ ബാക്കിൽ പറഞ്ഞ പോലെ. ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്, ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ചെറിയൊരു ആക്സൻസും കാര്യങ്ങളെല്ലാം ഒരു ക്രോം ഫിനിഷിൻ്റെയും ഒരു ബ്ലാക്ക് ഒരു ഗ്രേ ഫിനിഷിങ് കാര്യങ്ങൾ നമുക്ക് ഒരു ചെറിയൊരു കോസ്മെറ്റിക് എലമെൻറ്റ് പോലെ കാണാം. ഫ്രണ്ട് നമുക്ക് 4 ഡോറ് പവർ വിൻഡോ വരും ഏറ്റവും ബേസ് വേരിയൻ്റ് ഒഴിച്ച്. അതുപോലെ ഡ്രൈവർ സൈഡിൽ നമുക്ക് സിംഗിൾ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കോമൺ ആയിട്ട് വരുന്നുണ്ട്. മിററിൻ്റെ ഇലക്ട്രിക് കൺട്രോൾ കാണാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഇലക്ട്രോണിക് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തേർഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഇലക്ട്രോണിക് ഫോൾഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കൊരു ഫയൽ സ്പേസും ബോട്ടിൽ സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. അതിനകത്തൊരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഗാർണിഷിക്കുന്ന രീതിയിൽ. നമുക്ക് സീറ്റയിൽ ആൽഫയിൽ മാത്രമാണ് ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ കുറച്ച് ഡമ്മി സ്വിച്ച് കാണാം. അത് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസാണ്. 2 കൺട്രോൾ യൂണിറ്റ്. ഒന്ന് നമ്മുടെ ട്രിപ്പ് ഇൻഫർമേഷനും ഒന്ന് നമ്മുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. മറ്റൊരു ഇൻഫർമേഷൻ ബട്ടനോട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളെല്ലാം. അതുപോലെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. എല്ലാ വേരിയൻറ്റിലും ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റിയറിംഗിൽ നമുക്ക് സെക്കൻഡ് വേരിയൻ്റായ ഡെൽറ്റ തൊട്ട് തന്നെ ഫോൺ കൺട്രോൾസും മ്യൂസിക് കൺട്രോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ലൈറ്റ് കൺട്രോൾസും അതുപോലെ വൈപ്പർ കൺട്രോൾസും 2 സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തത് കോമൺ ആയിട്ട് നമ്മുടെ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും വരുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഷനിങ് ഉള്ള നല്ല ഒരു സപ്പോർട്ട് കിട്ടുന്ന സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കമാൻഡിങ് പൊസിഷനുള്ള സീറ്റാണ്. അത്യാവശ്യം ഹൈറ്റ് കൂടുതലുള്ള ഒരു സീറ്റ് തന്നെയാണ്. അതുപോലെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആൽഫയിലേക്ക് വരുമ്പോൾ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂടെ എക്സ്ട്രാ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കി 3 വേരിയൻ്റിൽ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് സ്ലൈഡിങ്, റിക്ലൈനിങ്, ഡിക്ലൈനിങ് ഇത്രയും ഫംഗ്ഷൻസ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതുപോലെ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് ടാക്കോമീറ്റർ അവൈലബിൾ ആയിരിക്കില്ല. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ കാണുന്ന ഒരു പാർട്ടികളിലാണ് വരുന്നത്. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഗിയർ ഇൻഫർമേഷൻ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുക. അതുപോലെ ടോട്ടൽ കിലോമീറ്റർ, അതുപോലെ എഞ്ചിൻ ടെമ്പറേച്ചർ, ഫ്യൂൽ എക്കോണമി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈഡ് ഈ ഒരു ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ഡാഷ്ബോർഡ് സൈഡിലേക്ക് വരുമ്പം വളരെ എന്താണ് നമ്മൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കണ്ടുള്ള ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ തന്നെയാണ്, ഒരു ബോക്സി സ്ട്രക്ചർ തന്നെയാണ് ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത്. ആ ഡ്യുവൽ ടോൺ ഫിനിഷ് നമുക്ക് ത്രൂ ഔട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെക്കൻഡ് വേരിയൻറ്റ് നമുക്ക് ഒരു നോർമൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഒരു ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
സീറ്റയിലും ആൽഫയിലും വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള 7 ഇഞ്ച് വരുന്ന സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുവഴി നമുക്ക് നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ താഴേക്ക് വരുമ്പോൾ ഹസാർഡ് ലൈറ്റ് കാണാം. അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. നമുക്ക് ടോപ്പ് വേരിയൻ്റായ ആൽഫയിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വേരിയൻറ്റിലും മാനുവൽ AC കൺട്രോൾസ് ആണ്. അതിൽ AC യുടെ കൺട്രോൾ പാനലും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. നമ്മുടെ ഒരു മിനി കൂപ്പർ സ്ട്രക്ചർ ഒരു കുറേ സൈഡിലൊക്കെ കൊണ്ടുവന്നതായിട്ട് കാണാം. നമുക്ക് ഈ ഒരു AC വെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടുവന്നതായിട്ട് കാണാം. AC യുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവന്നതായിട്ട് കാണാം. അതുപോലെ നമുക്ക് AC ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓട്ടോ AC ഫ്രണ്ട് വെൻറ്റ് കൺട്രോൾ, റിയർ വെൻറ്റ് കൺട്രോളും അതുപോലെ എയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു USB ഓക്സിലറി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പേസ് ഫോൺ വെക്കാനും അതുപോലെ കപ്പ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് അൺലോക്ക് മാത്രമാണ് വാഹനത്തിൻ്റെ കീയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഗിയർ ബോക്സ് കാണാം. ഗിയർ ബോക്സ് അല്ല, ഗിയർ ലിവർ കാണാം. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ചെറിയൊരു ഡീക്രോം ചെയ്ത ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണാം അതിന് ചുറ്റുമായിട്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സീറ്റും അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ടുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൗ ബോക്സിലേക്ക് വരുമ്പോൾ നമുക്ക് 2 തട്ടുകളായിട്ടാണ് ഗ്ലൗ ബോക്സ് കൊടുത്തത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഗ്ലൗ ബോക്സിൽ വരുന്നുണ്ട്. റൂഫിലേക്ക് വരുമ്പോൾ നമുക്ക് സൺറൈസർ, അതിനകത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ നമുക്ക് വരുന്നത് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടാണ് മിറർ വരുന്നത്. അപ്പോൾ നമുക്ക് സൺറൈസർ പ്ലസ് ടിക്കറ്റ് ഹോൾഡറാണ്. ലൈറ്റ്, ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ഡിപ്പിംഗ് ഫംഗ്ഷനുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് ഈ ഒരു ആൻറ്റി ഗ്ലെയർ മിറർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇഗ്നിസ് നമ്മളൊന്ന് ഓടിച്ചു തുടങ്ങിയാണ്. റോഡ് അത്യാവശ്യമല്ല, ഹെവി ആയിട്ട് മോശമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ വലിയ സസ്പെൻഷൻ സൈഡ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു റീഡിക്കിലൊക്കെ ഇറക്കിയിട്ടും ആ കട്ടറിലേക്ക് ഇറക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. മാരുതിയുടെ സസ്പെൻഷൻ അങ്ങ് ഭയങ്കര ഹെവിലി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം റിഫൈൻഡ് ആണ് സസ്പെൻഷൻ. ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു വാഹനമാണ് ഇഗ്നിസ് ഉറപ്പായിട്ട് കേട്ടോ. പ്രൈസിങ് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ മാരുതിയുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് ആൾട്ടോ അപ്ഡേഷൻ വന്ന സമയത്തും പ്രൈസിങ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഹയർ സൈഡ് ആണെന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇഗ്നിസ് കേട്ടോ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഒരു 3.7 മീറ്റർ മാത്രമേ നീളം വരുന്നുള്ളൂ. നമ്മുടെ സിറ്റി ഡ്രൈവിനും അല്ലെങ്കിൽ ഡേ ടു ഡേ അത്യാവശ്യം ദൂരം ഓടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ്. കാരണം കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കുറച്ച് സ്പേസ് മതി. അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടുണ്ട്, അത്യാവശ്യം മൈലേജ് ഉണ്ട്, വണ്ടിക്കും അത്യാവശ്യം ലുക്കും ഉണ്ട്. അപ്പോൾ എല്ലാം തികഞ്ഞൊരു വാഹനം തന്നെയാണ് ഉറപ്പായിട്ട് ഇഗ്നിസ്. കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കേട്ടോ. മൈലേജ് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് റീസെയിൽ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇഗ്നിസിൻ്റെ കാര്യത്തിൽ വളരെ മികച്ചത് തന്നെയാണ്. ഒരു തെറ്റും പറയാനില്ല കേട്ടോ. അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഇഗ്നിസിന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സീറ്റിൻ്റെ കാര്യം പറയാം. നമുക്ക് സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷൻ വാഹനത്തിന് കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ ഒരു കാറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം സിയാസാണ്, അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹയറായിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് നമുക്കിപ്പോൾ ആൽഫയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ കിട്ടും. എന്ന് വെച്ചാൽ ആൽഫയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അഡീഷണലായിട്ട്. അപ്പോൾ ഒന്നുകൂടെ ഒരു കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റിൽ സാധിക്കുന്നതാണ്. അതുപോലെ സീറ്റിൻ്റെ കുഷനിങ്ങും കാര്യങ്ങളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രീമിയം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയം സ്റ്റൈലിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ത്രൂ ഔട്ട് ഇൻറ്റീരിയറിനകത്തും അതുപോലെ നമ്മൾ പറയുന്ന സീറ്റിൻ്റെ കാര്യത്തിനകത്തും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേരിയൻറ്റിന് അനുസരിച്ച് സീറ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻ, ടെക്സ്ചർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഹെവി സ്മൂത്ത് അല്ല സ്റ്റിയറിങ്, എന്നാലും നമുക്ക് മാരുതി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൽ മ്യൂസിക് കൺട്രോൾസും അതുപോലെ ഫോൺ കൺട്രോൾസും അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റിയറിംഗ് നമുക്ക് ലെതർ റാപ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോസ്മെറ്റിക് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും വാഹനത്തിൽ അധികമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ക്ലസ്റ്ററിൻ്റെ സൈഡൊക്കെ ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതിനകത്ത് AMD ട്രാൻസ്മിഷൻ്റെ കാര്യം തന്നെയാണ്. AMD ആണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. AMDയുടെ നേച്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ കുറച്ച് ലാഗ് വരും. എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റ് ലാഗ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും വാഹനത്തിനകത്ത്. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഷിഫ്റ്റ് ലാഗും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പോലും അത്യാവശ്യം ഒരു റിഫൈൻഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റ് ലാഗ് മാത്രമാണ് നമുക്ക് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പക്ഷേ അത് ഒരിക്കലും നമുക്കൊരു ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടത്തില്ല. കാരണം അയാൾ അതിനോട് യൂസ്ഡ് ടു ആവും. അപ്പം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം വാഹനത്തിന് ഒരു വെയിറ്റ് ബാലൻസിങ് വലിയ കുഴപ്പമില്ല വാഹനത്തിൽ. അപ്പോൾ ഓവറാൾ
ഒരു വലിയ പ്രശ്നമില്ലാത്ത NB ഗിയർ ബോക്സ് ഉള്ളൊരു വാഹനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൈസ് ബ്രാക്കറ്റ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ മൈലേജ് ഏകദേശം 17 ഒക്കെ ആവറേജ് മൈലേജ് എങ്ങനെയായാലും കിട്ടും. ഒരു സിറ്റി ഡ്രൈവിൽ ഓടിച്ചാൽ പോലും 17 ഉറപ്പായിട്ട് കിട്ടും. കാരണം അത്രത്തോളം കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ട്. കമ്പനി പറയുന്നത് 20.86 സംതിങ് ആണ് പറയുന്നത്. പക്ഷേ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിൽ മേളിൽ മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അല്ല അത് വെറുതെ തള്ളുന്നതല്ല. കാരണം അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇഗ്നിസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കസ്റ്റമർ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം റിഫൈൻഡ് ആയിട്ട് ഉള്ളൊരു വാഹനം തന്നെയാണ് ഇഗ്നിസ്. എഞ്ചിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. 1.2 ലിറ്റർ വരുന്ന 4 സിലിണ്ടറുള്ള എഞ്ചിനാണ്. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയാനുള്ള കാര്യം. ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റ് പല വാഹനങ്ങളും 3 സിലിണ്ടർ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനുള്ള വാഹനമാണ് എന്നുള്ളത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാഹനത്തിൻ്റെ പ്രൈസ്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് തന്നെ പറയാം. കുറച്ച് ഓഫേഴ്സും വാഹനത്തിന് വന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് 6,29,000 രൂപയാണ് സിഗ്മയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൽറ്റ വരുമ്പോഴത്തേക്ക് 7,03,000 രൂപ വരും. അടുത്ത വേരിയൻ്റായ സീറ്റ തേർഡ് വേരിയൻറ്റ് വരുമ്പം 7,58,000 രൂപ വരും. അതുപോലെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് 8,65,000 രൂപ വരും. ഈ പറഞ്ഞതെല്ലാം നമ്മൾ മാനുവലിൻ്റെ പ്രൈസാണ്. ഓട്ടോമാറ്റിക് വരുമ്പം പ്രൈസ് വേരിയേഷൻ വരും. അതുപോലെ ഓഫറുള്ളതും മാനുവലിലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ, ഓട്ടോമാറ്റിക് വണ്ടികളുടെ ഷോർട്ടേജ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് ഓഫേഴ്സ് ഒന്നുമില്ല. വണ്ടികളെ ബുക്ക് ചെയ്ത് കിട്ടാൻ തന്നെ കുറച്ച് പാടെന്നല്ല കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. അപ്പം ഓഫർ വന്നിരിക്കുന്നത് മാനുവലിലാണ്. ഓഫർ നമുക്ക് എല്ലാ വേരിയൻറ്റിനും ഈ പറഞ്ഞ 4 വേരിയൻറ്റിനും അവൈലബിൾ ആണ്. ഏറ്റവും ബേസിക് ഓഫർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഓഫർ. എല്ലാവർക്കും കിട്ടുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 30,000 രൂപ കോമൺ ആയിട്ട് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഉള്ളവർക്ക് എക്സ്ചേഞ്ച് ബോണസായിട്ട് 15,000 രൂപ. അതുപോലെ കോർപ്പറേറ്റ് ബെനിഫിറ്റ് ആയിട്ട് എംപ്ലോയീസിനൊക്കെ ആയിട്ട് ഒരു 5,000 എക്സ്ട്രാ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഡിപ്പെൻസ് ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ വിളിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനുവൽ മാറിയിട്ട് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് വേരിയൻറ്റ് 3 വേരിയൻറ്റിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. ഡെൽറ്റ, സീറ്റ, ആൽഫ. ഡെൽറ്റയുടെ പ്രൈസ് വരുന്നത് 7,60,000 രൂപയാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. ബേസ് വെച്ചാൽ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത വേരിയൻറ്റ് 8,16,000 രൂപ. ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 9,02,000 രൂപ. ഇതാണ് പ്രൈസിങ് ഫാക്ടറായിട്ട് വരുന്നത്. ഇനി ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ SBI പോലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ 90% 90 to 95% വരെ ഓൺ റോഡ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അത് സിവിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓൺ റോഡ് ഫണ്ടിങ് നമുക്ക് ലോൺ കിട്ടുക. അപ്പോൾ ഒരു ഏകദേശം ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാഹനം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു EMI പെർ ലാക്ക് വരുമ്പോൾ ചെറിയൊരു ചേഞ്ച്, നമ്മൾ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞതിനെക്കാട്ടി ചെറിയൊരു ചേഞ്ച് വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റിലെ ചേഞ്ചാണ് ഇതിനകത്ത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. 2,150 രൂപ നമുക്ക് 5 വർഷത്തേക്കും 1,750 രൂപ 7 വർഷത്തേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങളിപ്പോൾ 5 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ × 5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായിരിക്കും കിട്ടുന്നൊരു ഫ്രീ. എത്ര എമൗണ്ടാണ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്, എത്ര എമൗണ്ടാണ് ലോൺ എടുക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് 1 ലക്ഷം രൂപയ്ക്ക് വരുന്ന EMI പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഗ്നിസിൻ്റെ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും നമ്മൾ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ ഷോറൂമിലെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാലും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.